ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ ദോശൻ്റെയും ഇഡ്ഡലിൻ്റെയും അതുപോലെ തന്നെ ഉഴുന്നുവടേൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തക്കാളി ചട്നീൻ്റെ റെസിപ്പിയാണ്. ഹോട്ടൽ സ്റ്റൈലിൽ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ വേഗം തന്നെ റെസിപ്പി കാണാം. അപ്പോൾ തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പക്ക റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒന്ന് ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് കളറ് ചേഞ്ച് ചെയ്യുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഉഴുന്ന് ഇതുപോലെ മൂത്ത് വന്നിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ പച്ച മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് മല്ലി എടുക്കരുത്. ഇതുപോലെ ചെറിയൊരു അളവിൽ മല്ലി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് കാശ്മീരി മുളകും ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സാദാ മുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലത്തെ മുളക് കയ്യിലില്ല എന്നാണെങ്കിൽ ലാസ്റ്റ് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളറ് ചട്നിക്ക് കിട്ടുകയും ചെയ്യും, എന്നാൽ ഒരുപാട് അങ്ങ് എരിവും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാശ്മീരി മുളക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വറ്റൽമുളക് അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സവാളൻ്റെ പകുതിയാണ് ഇതുപോലെ മുറിച്ചെടുത്തത്, ചെറുതാക്കി മുറിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചുവന്നുള്ളി കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ഒരു 10-15 ചുവന്നുള്ളി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സവാള നമുക്ക് ഒരുപാട് സമയമെടുത്ത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാകും. ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്കുള്ള മെയിനായിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. 2 വലിയ തക്കാളിയാണ് ഇതുപോലെ മുറിച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള റെഡ് കളറിലുള്ള തക്കാളി എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ തക്കാളി ചട്നിക്ക് നല്ലൊരു കളറും കിട്ടും, അതോടൊപ്പം തന്നെ ഒരുപാടങ്ങ് പുളിയും ഉണ്ടാവില്ല. ഇനി ഈ ഒരു തക്കാളി നല്ലോണം ഉടഞ്ഞ് സോഫ്റ്റായി വരുന്നവരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് സോഫ്റ്റായിട്ട് വന്നോളും. ഇപ്പോൾ അതാ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽ മുളകും അതുപോലെ പച്ചമല്ലിയൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു ടൈമിൽ പൊടികൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അരക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ക്യാരറ്റിൻ്റെ ആ ഒരു മധുരിപ്പും അതോടൊപ്പം തന്നെ തക്കാളിൻ്റെ ആ ഒരു ചെറിയ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നമ്മുടെ തക്കാളി ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തതിന് ശേഷം ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലെണ്ണേൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ലെണ്ണ ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് കടുക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് വറ്റൽമുളകും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള മെയിനായിട്ടാണ് കായപ്പൊടി. 1/4 ടീസ്പൂൺ ടു 1/2 ടീസ്പൂൺ വരെ കായപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കായപ്പൊടി എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു പക്ക തക്കാളി ചട്നീൻ്റെ ടേസ്റ്റ് കിട്ടാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. നല്ല ലൂസായിട്ടുള്ള ഒരു ചട്നി അല്ലത്. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക. അത്ര മാത്രം മതിയാകും. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചട്നി. ചെറുതായിട്ടൊരു തിക്നെസ് ഉള്ള ഒരു ചട്നിയാണ്. ഇനി മീഡിയം ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ അല്ലേ, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നവരെയാണ് വറ്റിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക. അതായത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക, അതിൻ്റെ പച്ചമണവും പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യുക. അതുവരെയാണ് നമ്മളിത് തിളപ്പിച്ച് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ ആ ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ശർക്കരയാണ്. ശർക്കരക്ക് പകരമായിട്ട് പഞ്ചസാരയും യൂസ് ചെയ്യാവുന്നതാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ തക്കാളി ചട്നി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇഡ്ഡലിൻ്റെയും ദോശൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നീൻ്റെ റെസിപ്പി കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദാറ്റ് ബൈ.